സ്പോർട്സ് കോർഡിനേറ്റർ, അഡീഷണൽ ഡയറക്ടർ മേളയിലേക്ക് കായികമേളയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് നടക്കുകയാണ്. 21 ഇന്ന് മുതൽ ആരംഭിച്ച് 28 വരെയാണ്. കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒളിമ്പിക്സ് പങ്കാളിത്തത്തിൽ ഈ മേളയ്ക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആദരപൂർവ്വ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പോർട്സ് റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഗെയിംസ് അതുപോലെ തന്നെ ടോട്ടൽ കുട്ടികൾ 22,000 കുട്ടികൾ പങ്കെടുക്കുകയാണ്. അതിൽ മറ്റൊരു പ്രത്യേകത ഭിന്നശേഷി എന്ന് മനസ്സിലായല്ലോ. ഡിഫറൻ്റ് ഏബിൾ ആയിട്ടുള്ള 2,500ഓളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികളും സാധാരണ കുട്ടികളും തമ്മിൽ ഒരുമിച്ചുള്ള മേള നടത്തുന്നത്. സാധാരണ മുൻകൂടെ ഈ മേള നടന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ജില്ലയ്ക്ക്, കേരളത്തിലുള്ള ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിന് ഓരോ ഇനം നടത്തുന്നതിന് വേണ്ടി, ഫുട്ബോൾ അല്ലെങ്കിൽ വോളിബോൾ അല്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് നടക്കും. അപ്പോൾ ഇതാരും അറിയില്ല. കുട്ടികൾക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനം കിട്ടില്ല, മാധ്യമങ്ങൾ അറിയില്ല, നല്ല കളിക്കാരെ കണ്ടെത്താൻ കഴിയില്ല. അവസരങ്ങളാണല്ലോ പ്രതിഭകളെ സൃഷ്ടിക്കുന്നത്. ഏറ്റവും നല്ല അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒളിമ്പിക്സ് മാതൃക നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ലോക ഒളിമ്പിക്സ് തന്നെ 2000 നടക്കുന്നത്. സാധാരണ ഉള്ള കായിക താരങ്ങളുടെ ഡിഫറൻ്റ് ലേബിളിൻ്റെ പ്രത്യേകമായിട്ട് അവിടെ 14,000 ആത്ലറ്റ്സിനാണ്, കായിക താരങ്ങളാണ് മാക്സിമം പങ്കെടുക്കുന്നത്. നമ്മളിവിടെ 22,000-ഓളം ആൾക്കാർ പങ്കെടുക്കുകയാണ്. അപ്പോൾ ലോകത്ത് തന്നെ ഇത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 22,000 കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അവരെ നമ്മുടെ നടത്തിപ്പോരായിട്ടുള്ള അധ്യാപകരും ടെക്നീഷ്യൻസും റഫറീസും ഇവരെല്ലാം കൂടി ചേരുമ്പോൾ ഇത്ര വലിയ അവരുടെ ഭക്ഷണം, താമസം, നമുക്ക് പ്രതികൂലമായൊരു കാലാവസ്ഥയുണ്ട്. നമ്മൾ ഏതാണ്ട് 7-8 ഇനങ്ങൾ ഒരു സ്റ്റേഡിയത്തിലാണ്, സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറയും. അവിടെ നമ്മൾ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ വെള്ളം കയറിയിരിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ്. അവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത്ലറ്റിക് മത്സരങ്ങളെല്ലാം നടക്കുന്നത് പോലീസ് സ്റ്റേഡിയത്തിലാണ്, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അവിടെ വെള്ളത്തിൻ്റെ അത്ര പ്രശ്നം ഇല്ല. ഇന്നത്തോടുകൂടി മഴയുടെ പ്രശ്നം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളോട് ഇതിൽ പങ്കാളികളാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കുന്ന പടമൊക്കെ തന്നെ ഉണ്ട്, നിങ്ങൾ വായിച്ചു കാണില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ കേരള സിലബസിലുള്ളവരാണ്. നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്നതും മറ്റും നമ്മളാണ്. നമുക്കൊന്ന് പോകണം, അവിടെ ഒന്ന് ഗൾഫിൽ ഇവരെ സ്കൂളുകൾ സന്ദർശിക്കാൻ വേണ്ടി ഒന്ന് പോകണം. സാധാരണ പരീക്ഷ നടത്തുന്ന അവസരത്തിൽ മാത്രമാണ് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് വരാറുള്ളത്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കണം. ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറവുകളാണെന്ന് ഓർക്കണം. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇതിൻ്റെ പിറകെയാണ്, ഫുൾ ടൈം ഇതിൻ്റെ പിറകെയാണ്. നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പരീക്ഷ, അല്ലെങ്കിൽ സ്പോർട്സ്, അല്ലെങ്കിൽ ആർട്സ്, അല്ലെങ്കിൽ നമ്മുടെ
സയൻസ് ശാസ്ത്രോത്സവം, പിന്നെ പ്രവേശനോത്സവം, 1ാം ക്ലാസ് പ്രവേശനം, പരീക്ഷ പേപ്പർ നോക്കൽ, റിസൾട്ട് പറയൽ, അത് SSLC, ഹയർ സെക്കൻഡറി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പിന്നെ സമയമില്ല. പിന്നെ ഇത് ആലോചിച്ചുകൊണ്ടുള്ള ടെൻഷൻ. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നവരെ നമുക്ക് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്കായിരിക്കും. മന്ത്രിക്കും DGക്കും ആയിരിക്കും അതിൻ്റെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. അതിനുശേഷം വിദ്യാഭ്യാസ ഡയറക്ടർ സംസാരിക്കും. നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരുപാട് പരിപാടികളുണ്ട്. ഹലോ സാർ, എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ മോഡൽ പ്രൈവറ്റ് സ്കൂൾ അബുദാബിയാണ്. ഞങ്ങൾ ഒരു UAE റീജിയൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ മൊത്തം UAE റീജിയനിൽ 7 സ്കൂളാണ് കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ. അതിൽ 5 സ്കൂളാണ് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അണ്ടർ ജൂനിയർ വിഭാഗത്തിലും സബ് ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. ജൂനിയർ വിഭാഗത്തിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ, അത്ലറ്റിക്സ് എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ ഓക്കെ സാറേ, ഞങ്ങളുടെ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെക്കേഷൻ വരുന്നത് ജൂലൈ ഓഗസ്റ്റാണ്. ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യ വാരത്തോടു കൂടിയാണ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ശരിക്കും വരുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സർക്കുലർ കിട്ടുന്നത് തന്നെ സെപ്റ്റംബർ 2nd വീക്കോട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷന് അപ്പോൾ അത് കുറച്ച് താമസിച്ച് ആണ്. പിന്നെ അത് വളരെ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്ത് കൂടുതൽ കുട്ടികളെ കൂടുതൽ ഗെയിമിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വർഷം അങ്ങനെ ഉണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും സന്തോഷം. ഞങ്ങളെല്ലാവരും കുട്ടികളും ഞങ്ങളുടെ അക്കോമഡേഷനും ഫുഡും എല്ലാം വളരെ സൂപ്പറായിരുന്നു. സാറ് ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ. ഒരിക്കലുമില്ല, പറയാൻ വാക്കുകളില്ല. പിന്നെ വി ആർ വെരി ഹാപ്പി ടു സീ എ വെരി സിമ്പിൾ മിനിസ്റ്റർ. റിയലി ഐ ഡോണ്ട് നോ. സാധാരണ ഞങ്ങൾ മീഡിയയിലാണ് കാണുന്നത് സാറിനെ. ഈ കുട്ടികൾ എപ്പോഴും കാണുന്നത് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. അല്ലാത്തപ്പോൾ ഇവർ കാണലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ഇവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് ദം നോ. പിന്നെ ഇതേപോലെ സ്പോർട്സിൻ്റെ പോലെ തന്നെ കായിക മറ്റേ ഇതില്ലേ യൂത്ത് ഫെസ്റ്റിവലിനും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അവിടെ, സ്പീച്ച് ചെയ്യാൻ കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. താങ്ക് യു സർ, ഹാപ്പി ടു മീറ്റ്. എൻ്റെ പേര് നസീം. UAE റീജിയനിൽ വരുന്നതാണ്. അബുദാബി സ്കൂൾ മോഡൽ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാനിപ്പോൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ എന്ന് പറഞ്ഞ ഇവൻ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വന്നിന്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ വർഷം ഫെസിലിറ്റീസ് കുറച്ച് പച്ചടിയിരുന്നു. ഈ വർഷം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല ഹോട്ടൽ അക്കോമഡേഷൻ എല്ലാം അടിപൊളിയാണ്. സോ താങ്ക് യു. ശരി, ടീച്ചർ പറഞ്ഞതുപോലെ കലോത്സവത്തിൻ്റെ ഡേറ്റ് ഇപ്പം നിശ്ചയിച്ച് കഴിഞ്ഞുകൂടാ. ഏതാ ഡേറ്റ? ജനുവരി 7ാം തീയതി മുതൽ ജനുവരി ഫസ്റ്റ് വീക്കാണ്. ഒന്ന് വാങ്ങാമോ? ജനുവരി വരാൻ നിങ്ങൾക്ക് സൗകര്യമാവോ? ഇനി ഡിസ്കസ് ചെയ്യണം. എന്തായാലും ഞങ്ങളും ഒന്ന് പരിഗണിക്കപ്പെട്ടുകൊണ്ട് ആലോചന നടത്തി നിങ്ങളെ അറിയിക്കാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. ആലോചിച്ചിട്ട് നിങ്ങൾ ഉന്നതിനെ അറിയിക്കാം കേട്ടോ. നമ്മുടെ പാർട്ടിസിപ്പൻസിനെ
ഓഫ് ചെയ്തോട്ടെ. ചെല്ലു ഫോട്ടോ. കേറി ഒപ്പം ഇങ്ങോട്ട് വാ. ഇവിടെ എല്ലാവരും കൂടെ എല്ലാവരും ഒരുമിച്ച് ഇന്നൊരു ശബ്ദം ഉണ്ടാക്കി തന്നോ കേട്ടോ. ഒരുമിച്ച് പിള്ളേർ നിങ്ങളും ഈ ശബ്ദം വന്നോട്ടെ വീഡിയോയില്. ശ്രദ്ധിക്കുക എല്ലാവരും.